Jesus. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ജീവൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 17-ാം തിരുലിഖിതം. ആത്മാവും മണവാട്ടിയും പറയുന്നു വരിക, കേൾക്കുന്നവൻ പറയട്ടെ വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലത്തിൽ നിന്ന് സൗജന്യമായി പാനം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബത്തിന്റെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജിനി. ഞാൻ വടക്കഞ്ചേരിയിൽ നിന്ന് വരുന്നു. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അത് അതിൻ്റെ 3rd സ്റ്റേജിലായിരുന്നു. അപ്പോഴാണ് ഞാനിവിടെ 2011 ഒക്ടോബറിൽ ഒരാഴ്ച താമസിച്ചുള്ള ധ്യാനം കൂടി. ധ്യാനത്തിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ധ്യാനം കഴിഞ്ഞ് ചെന്ന് ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ടെസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ സമ്മതിച്ചു, ടെസ്റ്റിന് വിട്ടു. അപ്പോൾ അത് 2nd സ്റ്റേജിലേക്കായി. ധ്യാനത്തിന് വരുമ്പോൾ ക്യാൻസറിന്റെ 3rd സ്റ്റേജിലായിരുന്നു. അങ്ങനെ കരഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിച്ചു. തിരിച്ചു എന്ന് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യണം ഡോക്ടർ റിക്വസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. 3rd സ്റ്റേജിലുണ്ടായിരുന്ന ക്യാൻസർ 2nd സ്റ്റേജിലേക്ക് അത് സൗഖ്യം പ്രാപിച്ചു 2nd സ്റ്റേജിലേക്ക് ആയിരിക്കുന്നതാണ് ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടത്. ഇനി പറ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും ഒരു ടെസ്റ്റ് കൂടി നടത്തേണ്ടി വരും. അത് പോസിറ്റീവ് ആയാൽ വില കൂടി ഒരു ഇഞ്ചക്ഷൻ വേണം, എടുക്കേണ്ടി വരും. അത് ഒരു ഇഞ്ചക്ഷന് 1 ലക്ഷം രൂപ വരും. അങ്ങനെ 12 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തം 12 ലക്ഷം ഉറുപ്പികയുടെ ട്രീറ്റ്മെന്റ്. അപ്പോൾ ഞായറാഴ്ച 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ലൈഡ് ബ്ലോക്കും അച്ഛൻ പറഞ്ഞായിരുന്നു എല്ലാവരും അവരവരുടെ രോഗവിവരം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ലൈഡ് ഉയർത്തിപ്പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഡോക്ടർ ഈ രോഗത്തെ കുറിച്ച് എഴുതി കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ആ ടെസ്റ്റിന്റെ റിസൾട്ട് അതെല്ലാം കൂടി ഇങ്ങനെ ടിവിയുടെ മുമ്പിലേക്ക് ആരാധന മുമ്പിൽ അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ച് അങ്ങോട്ട് കരഞ്ഞു പ്രാർത്ഥിച്ച് കർത്താവെ, ഈ ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ എടുക്കേണ്ട ഇഞ്ചക്ഷൻ്റെ സാമ്പത്തിക വഹിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ലല്ലോ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ചാച്ചനും അമ്മച്ചിയും കരഞ്ഞു പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞ് ടെസ്റ്റിന് വിട്ടു. അത്ഭുതം എന്ന് പറയട്ടെ, കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോൾ അത് നെഗറ്റീവായി എന്ന് പറഞ്ഞാൽ പിന്നെ ചികിത്സ വേണ്ടി വന്നില്ല. ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. 3rd സ്റ്റേജിൽ നിന്നുള്ള 12 ലക്ഷം ഉറുപ്പികയുടെ ഇഞ്ചക്ഷൻ ഒരെണ്ണത്തിന് 1 ലക്ഷം വെച്ചുള്ള 12 ആ ട്രീറ്റ്മെന്റ് വേണ്ട റിസൾട്ടിൽ കർത്താവ് സൗഖ്യപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവർ ധ്യാനം കൂടി അതിനുശേഷം അവർ ചെയ്തത് ഞായറാഴ്ച 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് യേശുവേ എന്ന് പറഞ്ഞ് ആരാധന കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകി. അതാണ് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. So I tell you, whatever you ask for in prayer, believe that you have received it and it will be yours. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. ഭവനത്തിൽ ഒരു പക്ഷേ ക്ഷീണിതരായിരിക്കുകയായിരിക്കാം, ഒരു മടുത്ത അവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ പ്രഭാതത്തിൽ ഉറക്കക്ഷീണത്തോടുകൂടെ പ്രത്യേക തരത്തിലൊരു മന്ദതയിലായിരിക്കാം. എന്തു തന്നെ അവസ്ഥയിലാണെങ്കിലും ശരി, ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കുക. രോഗാവസ്ഥയുള്ളവര് രോഗക്കിടക്കയിലാണെങ്കിലും ആ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് മനസ്സിൽ ഉണർവോടെ ഈ സമയത്ത് ദൈവത്തെ ആരാധിക്കുകയാണ്. ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഈ സമയം തന്നെ സ്വർഗത്തിൽ നിന്നും അത്ഭുത അഭിഷേക ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. അറിയാവുന്നത് പോലെ ഉറക്കെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അട്ടപ്പാടിയിൽ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയിട്ടുള്ള 10,000ങ്ങളോട് ചേർന്ന് ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുന്നു. യേശുവേ, പിതാവേ, പരിശുദ്ധാത്മാവേ,
ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവേ, അത്ഭുത അഭിഷേക ശക്തിയെ ചൊരിയണമേ, അത്ഭുത ശക്തിയെ ചൊരിയണമേ. ആത്മാവേ, ആത്മാവേ ചൊരിയണമേ, ആത്മാവേ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ, അഭിഷേകം വർഷിക്കണമേ. ഹല 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 ഹല. ദൈവമേ ചൊരിയുക നിൻ ശക്തി. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ചൊരിയുക നിൻ ശക്തി. ആത്മാവാം യേശുവേ, യേശുവേ ചൊരിയുക നിൻ ശക്തി. കരങ്ങൾ യാചനാ രൂപത്തിൽ പിടിച്ച് യേശുവേ ചൊരിയുക നിൻ ശക്തി. ആത്മാവാം റൂഹായേ, റൂഹാ ചൊരിയുക നിൻ ശക്തി. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചൊരിയുക നിൻ ശക്തി. ചൊരിയുക നിൻ ശക്തി. ചൊരിയുക നിൻ ശക്തി. ദൈവമേ, ഇന്ന് ഞാൻ രോഗിയാണ് കർത്താവേ. ശരീരത്തിൽ രോഗം ബാധിച്ച് ഇന്ന് ഞാൻ തളർന്നിരിക്കുകയാണ്. സ്വർഗത്തിന്റെ ദൈവമേ, ഈ രോഗത്തിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ അയക്കണമേ. യേശുവേ, യേശുവേ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ വായിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ ശരീരത്തിൽ ഇപ്പോൾ ശക്തി പുറപ്പെടാൻ ഇടവരുത്തണമേ. തകർന്ന രോഗാവസ്ഥയിരിക്കുന്ന ശരീരത്തിലേക്കാണ് ശക്തിയെ ചൊരിയണമേ കർത്താവേ. ദൈവമേ, ഇന്ന് എൻ്റെ മനസ്സ് മുഴുവൻ വേദനിക്കുകയാണ്. ഒരുപാട് ദുഃഖമുണ്ട്, ഒരുപാട് ഭാരമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കടബാധ്യതയും ഒരുപാട് ഞെരുക്കങ്ങൾ നിമിത്തം ഞാനെന്ന് എല്ലാ വാതിലും അടഞ്ഞ അവസ്ഥയിലാണ്. എന്നെ കാണുന്നവർ എന്നെക്കുറിച്ച് അടക്കം പറയുന്നത് കേൾക്കുകയാണ്. അദ്ദേഹം മനുഷ്യൻ പരാജയപ്പെട്ട് ഇനി ആ മനുഷ്യൻ രക്ഷപ്പെടുവാൻ തോന്നുന്നില്ല. ആ മനുഷ്യനെല്ലാം നശിച്ച് അയാളെല്ലാം നശിപ്പിച്ച് കർത്താവേ, ഞാനിന്ന് തകർന്നിരിക്കുകയാണ്. എല്ലാ വാതിലും അടഞ്ഞ പോലെയാണ്. മുമ്പോട്ടൊരു വഴി കാണുന്നില്ല. അങ്ങയുടെ അത്ഭുത ശക്തി എൻ്റെ മേൽ ചൊരിയണമേ. കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ ചൊരിയുക നിൻ സൗഖ്യം. ശക്തി ചൊരിയണമേ. യേശുവേ ചൊരിയുക നിൻ ശക്തി. ആത്മാവാം റൂഹായേ, ശക്തിയാൽ നിറയ്ക്കണമേ. ചൊരിയുക നിൻ ശക്തി. അത്ഭുത ശക്തി. ചൊരിയുക നിൻ ശക്തി. ഈ നിമിഷങ്ങളിൽ ദൈവമേ, ഈ കുട്ടികളെല്ലാം സമർപ്പിക്കുകയാണ്. ഓരോ കുഞ്ഞും ഓരോ കുട്ടിയും ത്യാഗം സഹിച്ചാണ് ഈ ശുശ്രൂഷയെ പങ്കുചേരുന്നത്.
ഓരോ വിദ്യാർത്ഥിയും ഓരോ വിദ്യാർത്ഥിനിയും ത്യാഗം സഹിച്ചാണ് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. ഈ കുട്ടികളുടെ മേലും വിദ്യാർത്ഥിനികളുടെ മേലും ഓ ദൈവമേ നിന്റെ ശക്തിയെ ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദൈവമേ ചൊരിയുക നിൻ ശക്തി. എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദൈവമേ ചൊരിയുക നിൻ ശക്തി. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കുടുംബത്തിന്റെ എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കുന്ന കർത്താവേ, മനസ്സിന്റെ എല്ലാ ദുഃഖങ്ങളെയും സമർപ്പിക്കുന്ന കർത്താവേ, ശരീരത്തിലെ എല്ലാ വേദനകളെയും സമർപ്പിക്കുന്ന കർത്താവേ, പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ സമർപ്പിക്കുന്ന കർത്താവേ. ആരാധന 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 ആരാധന. ഗ്ലോറി 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 ഗ്ലോറി. ആരാധന 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 ആരാധന. ഹോളി 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 ഹോളി. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ആരാധന 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 ആരാധന. പരിശുദ്ധനേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ അവിടുന്ന് പരിശുദ്ധനാകുന്നു. ബലവാനേ അവിടുന്ന് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ അവിടുന്ന് പരിശുദ്ധനാകുന്നു. Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തിൽ നിന്ന് നമുക്കായി ദൈവം തരുന്ന നന്മകളെ നാം പറയണം. ദൈവം നമുക്കായി തരുന്ന ഒരു തോന്നിപ്പ്, ഒരു നല്ല വിചാരം, ഒരു അരുളപ്പാട്, ഒരു വെളിപ്പെടുത്തൽ, ഒരു നല്ല ബോധ്യം നമ്മുടെ ഉള്ളിൽ സ്വർഗം തന്നാൽ, ദൈവം തന്നാൽ അത് നാം മൂടി വെക്കരുത്. നാം അത് പറയണം. നമ്മുടെ മക്കളോട് പറയണം, നമ്മുടെ ബന്ധുക്കളോട് പറയണം, നമ്മുടെ ഓഫീസിൽ പറയണം, യാത്രയിൽ പറയണം, തകർന്നിരിക്കുന്നവരോട് പറയണം, അയൽക്കാരോട് പറയണം. പറയുക. ഇത് ദൈവവചനം നമുക്ക് തരുന്ന ഒരു നിർദ്ദേശമാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകത്തിൽ 22:17 ആത്മാവും മണവാട്ടിയും പറയുന്നു വരിക, കേൾക്കുന്നവൻ പറയട്ടെ വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ജീവജലത്തിൽ നിന്ന് അവൻ സൗജന്യമായി സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2012 കൂനമാവ് അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷന് വേണ്ടി ഞാൻ പോവുകയുണ്ടായി. അവിടെ ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ ശ്രദ്ധിച്ചു. ഒരു നല്ല ടീച്ചർ, ആ ടീച്ചർ അനുഭവം പറയുകയാണ്. ആ ടീച്ചർ അനുഭവം എങ്ങനെയാണ്? 2011 കൂനമാവ് കൺവെൻഷന് ആ ടീച്ചർ വന്നു. ആ ടീച്ചർ നോക്കുമ്പോൾ അനേകം വ്യക്തികൾ യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ വിടുതലും സൗഖ്യവും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവശക്തി കരകവിഞ്ഞൊഴുകുന്നു. ജനങ്ങളെല്ലാം ആർത്തുപാടുന്നു. വലിയ അത്ഭുതങ്ങൾ, വലിയ വിസ്മയങ്ങൾ. അപ്പോൾ ആ ടീച്ചർ അവിടെ ഇരുന്ന് ഒരൊറ്റ പ്രാർത്ഥന. ആ ടീച്ചർ പ്രാർത്ഥിച്ചെങ്ങനെയാണ്? കർത്താവേ, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ കൂട്ടുകാരി ടീച്ചർ കല്യാണം കഴിഞ്ഞ് 10-22 വർഷമായി. അവർക്ക് മക്കളില്ല. അതുകൊണ്ട് അവർക്ക് മക്കളെ കൊടുക്കണം. അവർക്ക് മക്കളെ കൊടുത്താൽ അടുത്ത വർഷത്തെ കൂനമാവ് കൺവെൻഷന് ഞാൻ ആ ടീച്ചറെയും കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തും. ഒരു നേർച്ച നേർന്ന് ഒരു വാക്കങ്ങോട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ച്, എന്നിട്ട് സ്കൂളിലേക്ക് ചെന്ന് പിറ്റേ കൺവെൻഷൻ കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂളിൽ ചെന്നിട്ട് എല്ലാ ടീച്ചർമാരോട് പറഞ്ഞു, ദേ ഞാൻ ഈ കൺവെൻഷന് ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരി ഇന്ന ടീച്ചർ, ആ ടീച്ചർക്ക് 10-22 വർഷമായി മക്കളില്ല. അവർക്ക് മക്കളെ കിട്ടിയാൽ അടുത്ത വർഷത്തെ കൂനമാവ് കൺവെൻഷന് സാക്ഷ്യപ്പെടുത്താം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്കൂളിലെ ടീച്ചർമാരോടെല്ലാം ഈ ടീച്ചർ അഡ്വാൻസ് ആയിട്ട് ഈ 2011 കൺവെൻഷൻ കഴിഞ്ഞ് ചെന്ന് പിറ്റേ ആഴ്ച തന്നെ എല്ലാ ടീച്ചർമാരോടും പറഞ്ഞു. ആ ടീച്ചറോടും വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, എനിക്ക് കുട്ടിയെ തന്നാൽ തീർച്ചയായും ഞാൻ 2012 കൺവെൻഷൻ സാക്ഷ്യപ്പെടുത്തും.
ആ ടീച്ചറും കുടുംബവും വന്ന് 2012 പറയാണ്, 2011 കൺവെൻഷൻ കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആ ടീച്ചർ ഗർഭിണിയായി. പ്രിയപ്പെട്ട സഹോദരൻ, അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് ദൈവം ഒരു കുഞ്ഞിനെ സമ്മാനമായി കൊടുത്ത് ആ കുഞ്ഞുമായി വന്ന് 2012 കൺവെൻഷന് ആ കൂനമ്മാവ് സ്റ്റേജിൽ നിന്ന് 10,000ങ്ങളുടെ മുമ്പിൽ ആ ടീച്ചർ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇത് ആത്മീയ മണ്ഡലത്തിലൊരു വലിയ യാഥാർത്ഥ്യമാണ്. നമുക്ക് ദൈവം തന്നൊരു അനുഭവം നമ്മൾ പറഞ്ഞാൽ, നമ്മളത് ഏറ്റു പറഞ്ഞാൽ, നമ്മളത് പ്രഖ്യാപിച്ചാൽ, ഫോണിൽ കൂടെ പറഞ്ഞാൽ, നേരിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ദൈവരാജ്യത്തിന് ശക്തി വ്യാപരിക്കും. അച്ഛൻ്റെ വളരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും ദീർഘകാല സുവിശേഷ മുന്നോട്ട് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കർത്താവ്, ഈ കാലഘട്ടത്തിൽ കർത്താവ് അപ്പോസ്തലനായി എഴുന്നേൽപ്പിച്ച് നടത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ചന് ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് ചിലത് സംസാരിക്കാനുണ്ട്. തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കുന്ന സഹ അപ്പോസ്തലനാണ്, സഹ ശുശ്രൂഷകനാണ് ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ചൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ മനസ്സിലേക്ക് ഒരു അനുഭവം വരുന്ന ഇപ്രകാരമാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലുള്ള ഒരു കുടുംബം എന്നെ കണ്ടു. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു വലിയൊരു അത്ഭുതം അവർ എന്നോട് പറയുകയുണ്ടായി. അവർക്ക് വിവാഹം കഴിഞ്ഞ് 3-4 വർഷമായെങ്കിലും കുഞ്ഞുങ്ങളില്ലാതെ ഒത്തിരി സങ്കടത്തിലും ദുഃഖത്തിലും കഴിയുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സഹോദരിയുടെ കഴുത്തിൽ ഒരു മുഴ വന്നു. ഡോക്ടർമാരെ കൊണ്ട് ചെക്കപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അത് ക്യാൻസറാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ക്യാൻസർ ആണെന്ന് കേട്ടപ്പോൾ ആ കുടുംബത്തിൽ വലിയ സങ്കടം ഉണ്ടായി, വലിയ ദുഃഖം ഉണ്ടായി. കുഞ്ഞുങ്ങളില്ല, ചെറുപ്പം, ക്യാൻസർ രോഗവും, എന്തു ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരെ അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഫോൺ വിളിച്ചു. ഓഫീസിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ലൂസി ആ കുടുംബത്തോട് ഇപ്രകാരം പറഞ്ഞു, വചനം കേൾക്കുക. പ്രത്യേകിച്ച് അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രം തയ്യാറാക്കിയിട്ടുള്ള അഭിഷേകാഗ്നി മാറാനാത്ത എന്ന ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് സൗഖ്യം നൽകും. സെഹിയോൻ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അഭിഷേകാഗ്നി, മാറാനാത്ത തുടങ്ങിയിട്ടുള്ള ആത്മീയ ശുശ്രൂഷകൾ. പ്രിയപ്പെട്ടവരെ, തുടർന്ന് സിസ്റ്റർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം ഒരു ദൂത് അവരോട് പറഞ്ഞു, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നീ ഗർഭം ധരിക്കും, നീ ഒന്നുകൊണ്ടും ഭയപ്പെടരുത്, ദൈവം നിന്നെ സ്പർശിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് ആ കുടുംബം വലിയ വിശ്വാസത്തോടുകൂടി ബഹുമാനപ്പെട്ട സേവർ വട്ടാലച്ചൻ തയ്യാറാക്കിയിട്ടുള്ള അഭിഷേകാഗ്നി എന്ന ശാലോം ടി വിയിൽ വരുന്ന ശുശ്രൂഷകൾ സ്ഥിരമായിട്ട് കണ്ടു. അതോടൊപ്പം ഈ ജീവൻ ടി വിയിൽ നടത്തപ്പെടുന്ന മാറാനാത്ത എന്ന ശുശ്രൂഷകളും അവർ ആവർത്തിച്ച് കണ്ട് ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത്ഭുതം എന്ന് പറയട്ടെ, ഓപ്പറേഷൻ ഒക്കെ വേണ്ടി വന്നെങ്കിലും തുടർന്ന് ഡോക്ടർമാർ പറഞ്ഞു നീ മരുന്നൊന്നും എടുക്കണ്ട. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ആ സഹോദരി ഗർഭം ധരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു അത്ഭുതം ആ കുടുംബത്തിൽ ദൈവം ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ആ സഹോദരി ചെയ്തത് ഇപ്രകാരമാണ്. അവരുടെ ഒരു കൂട്ടുകാരി അമേരിക്കയിലുണ്ട്. 10 വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ തകർന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ആ കൂട്ടുകാരിയോട് ഇംഗ്ലണ്ടിൽ നിന്ന് മഞ്ജുഷ എന്ന് പറയുന്ന ഈ സഹോദരി ഫോണിൽ കൂടെ പറഞ്ഞു, ദേ എന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്തത് ഞാൻ ജീവൻ ടി വിയിലൂടെ വന്നിട്ടുള്ള മാറാനാത്ത എന്ന പ്രോഗ്രാമും അതുപോലെ ശാലോം ടി വിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമും ഞാൻ സ്ഥിരമായിട്ട് 2, 3, 4 എപ്പിസോഡ് വെച്ച് കാണാൻ തുടങ്ങി. അങ്ങനെയാണ് ഈശോ എന്നെ സ്പർശിച്ചത്. പ്രിയപ്പെട്ടവരെ, അമേരിക്കയിലുള്ള അവളുടെ കൂട്ടുകാരിയും വിശ്വാസത്തോടു കൂടി ഈ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുചേർന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ആ സഹോദരിയുടെ ജീവിതത്തിലും സ്വർഗത്തിന് ദൈവം ഇടപെട്ട് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ബൈബിൾ വായിച്ച് പഠിക്കുമ്പോൾ ഈ ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയുകയാണ്. ഉദാഹരണത്തിന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. പിശാച് ബാധിച്ച വ്യക്തി, സാധാരണ പിശാചല്ല, ഒരു കൂട്ടം പിശാചുക്കൾ, ലെഗിയോൺ. ഇങ്ങനെ പിശാച് ബാധിച്ച ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നസ്രാനായ കർത്താവ് കടന്നു വന്ന് അത്ഭുത സൗഖ്യം നൽകി. തുടർന്ന് ഈശോ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 19-ഉം 20-ഉം തിരുവചനങ്ങൾ. യേശു പറഞ്ഞു,
നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്കു വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കാപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വ്യക്തിക്ക് ദൈവം ഒരു അത്ഭുതകരമായ വിടുതൽ നൽകിയപ്പോൾ, ദൈവം അവന്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവൻ അത് ഉള്ളിൽ വെച്ചോണ്ടിരുന്നില്ല. അവനത് പോയി പ്രഘോഷിച്ചു. ധാരാളം ആളുകളെ കൃപയിലേക്കും അനുഗ്രഹത്തിലേക്കും കൂട്ടിക്കൊണ്ടുവരാൻ കർത്താവ് അവന് അഭിഷേകവും കൃപയും നൽകി. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലൊരു വലിയ രഹസ്യമുണ്ട്, ഒരു ശക്തിയുണ്ട്, അതിലൊരു അഭിഷേകമുണ്ട്. നമുക്കായി ദൈവം തരുന്നത് പറയണം. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അതിന് തടസ്സമാക്കുന്ന കെട്ടുകൾ അങ്ങോട്ട് അഴിയണം. ഒരു വൈക്ലഭ്യം, ലജ്ജ, നാണം ഇതെല്ലാം അങ്ങോട്ട് തവിട് പൊടി അങ്ങോട്ട് വിട്ടുമാറിപ്പോകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവശക്തി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, ഓരോരുത്തരുടെ വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ആ ഒരു തരത്തിലുള്ള മൂടുപടങ്ങളും ഒരു മൂടപ്പെട്ട അവസ്ഥകളിൽ നിന്ന് മാറി അങ്ങോട്ട് തെളിയും. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഉന്നതത്തിന് ശക്തി അയക്കണമേ, ഉന്നതത്തിന് വിടുതൽ ശക്തി അയക്കണമേ, ഉന്നതത്തിന് അത്ഭുത ശക്തി അയക്കണമേ. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ, ചൊരിയുക നിൻ ശക്തി. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആത്മാവാം Mighty power. ദൈവമേ, ചൊരിയുക നിൻ ശക്തി. അത്ഭുത ശക്തി. ആത്മാവാം യേശുവേ, യേശുവേ, ചൊരിയുക നിൻ ശക്തി. ചൊരിയുക നിൻ ശക്തി. ചൊരിയുക Holy നിൻ Spirit, ശക്തി. സ്പർശിക്കണം. ആരാധന. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോരുത്തരുടെ മേലും ഈ ഒരു ആത്മാവിന്റെ അഭിഷേകം കർത്താവ് പകരുക തന്നെ ചെയ്യും. നിങ്ങൾ പോകും, നിങ്ങൾ പറയും, അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. 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 ഹല്ലേലൂയ. Come, Lord Jesus. അരികത്തിരുന്നെൻ്റെ നൊമ്പരമൊപ്പുവാൻ എന്നേശു ഇന്നെൻ്റെ കൂടെയുണ്ട്. അരികത്തിരുന്നെൻ്റെ നൊമ്പരമൊപ്പുവാൻ എന്നേശു ഇന്നെൻ്റെ കൂടെയുണ്ട്. അണയുന്ന നെയ്ത്തിരി നാളം തെളിക്കുവാൻ എൻ തമ്പുരാനെൻ്റെ ചാരയുണ്ട്. അണയുന്ന നെയ്ത്തിരി നാളം തെളിക്കുവാൻ എൻ തമ്പുരാനെൻ്റെ ചാരയുണ്ട്. അരികത്തിരുന്നെൻ്റെ നൊമ്പരമൊപ്പുവാൻ എന്നേശു ഇന്നെൻ്റെ കൂടെയുണ്ട്. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും താന്താങ്ങളുടെ
എല്ലാ വേദനകളും യേശുവിലേക്ക് സമർപ്പിച്ച് കരഞ്ഞ് നിലവിളിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ അരികിൽ രോഗികളോ വലിയ വ്യഥയിലോ വേദനയിലിരിക്കുന്നവരുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾ ആ രോഗാവസ്ഥയുള്ളവരുടെ മേൽ കൈകൾ വെച്ച് യേശുവിൻ്റെ വലിയ സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കാൻ വേണ്ടി എളിമപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കുടുംബങ്ങളെ അവിടുന്ന് ഇപ്പോൾ കടാക്ഷിക്കണമേ, രോഗികളെ സ്പർശിക്കണമേ, വേദനയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. കർത്താവെ, മനസ്സിടിഞ്ഞിരിക്കുന്നവര്, മനപ്രയാസത്തിൽപ്പെട്ട് ഉഴലുന്നവര്, മനോവിഷമങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്താൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. അണയുന്ന നെയ്ത്തിരി നാളം തെളിക്കുവാൻ എൻ തമ്പുരാൻ എൻ്റെ ചാരയുണ്ട്. അരികത്തിരുന്നെൻ്റെ നൊമ്പരമൊപ്പുവാൻ എന്നേശു ഇന്നെൻ്റെ കൂടെയുണ്ട്. Come, Lord Jesus.